2018 മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് കഴിച്ചത് എന്തൊക്കെയാണെന്ന് സംശയമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചാൽ മതി. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അവർ രണ്ടുപേരും റവന്യൂ മന്ത്രി, 3 പേരും ഒരുമിച്ചാണ് കേരളത്തിലെ ഈ ദുരന്ത മേഖലകളിലെല്ലാം പ്രത്യേക ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത്. അവർക്ക് 3 പേരോടും ചോദിച്ചാൽ നന്നായിട്ടറിയാം. നിരാഹാരമായിരുന്നു, ഉണ്ണാവൃതമായിരുന്നു, ഊണ് കഴിച്ചോ, വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇങ്ങനെയല്ല അതിനെ നേരിടേണ്ടത്. റവന്യൂ വകുപ്പ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദ്യം ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ഒരു ദുരന്ത ഘട്ടത്തിൽ അത് ചോദിക്കണ്ട എന്ന് വെച്ചതാണ്. പക്ഷെ ഞങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ ബഹുമാന്യരായിട്ട് 2 MLA മാർ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉണ്ടോ എന്ന ചോദ്യം തന്നെ ചോദിക്കാൻ ഇടയായതായി കാണാൻ കഴിയും. ഒരു മിന്നൽ പ്രളയം ഇന്ന് കേരളത്തിലുണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും സജ്ജമാവുക എന്നതല്ലേ നമ്മുടെ ചുമതല. ഞാനിപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോഴും TV കാണുകയാണ്. വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ പറയുന്നു, നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെള്ളമില്ല, വെളിച്ചമില്ല, സംവിധാനങ്ങളില്ല, ബാത്റൂം ഇല്ല, ആളുകൾക്ക് മരുന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ സംവിധാനങ്ങൾ നിലപാടുകളില്ലാത്തത് കൊണ്ടാണോ, സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി STRF-ൽ നിന്നുള്ള സംഖ്യ പഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്ത സംസ്ഥാനമാണ് ഈ കേരളം. 2019 ക്യാമ്പുകൾ തയ്യാറാക്കാൻ 1 ലക്ഷം രൂപ, എക്യുപ്മെന്റുകൾ മേടിക്കാൻ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ, ഓരോ വാർഡുകൾക്കും 25,000 രൂപയുടെ പ്രത്യേകമായ സംവിധാനം, കോർപ്പറേഷൻ 5 ലക്ഷം രൂപയുടെ പ്രത്യേകമായ ഒരുക്കങ്ങൾ. ഞങ്ങളൊക്കെ മന്ത്രിമാരായിരിക്കുന്ന കാലത്ത് ജൂൺ മാസത്ത് തന്നെ കേരളത്തിൽ ഏത് കളക്ടറോട് ചോദിച്ചാലും ആ ജില്ലയിലുള്ള ക്യാമ്പ് ഓഫീസുകൾ ഏതൊക്കെ, അവിടെ വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ, ബാത്റൂം ഉണ്ടോ, അതിൻ്റെ ചുമതലക്കാരൻ ആരൊക്കെ, കൃത്യമായി തീരുമാനം എടുക്കുമല്ലോ. 25,000 രൂപ വീതമുള്ള പഞ്ചായത്ത് വില്ലേജുകൾക്ക് നൽകുന്ന ധനസഹായം ജൂൺ മാസം ആകുമ്പോഴേക്കും നൽകുമല്ലോ. ഈ വിധത്തിൽ എന്തേ ഇതിന് പറ്റിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. പഞ്ചായത്ത് തല ദുരന്ത ലഘൂകരണ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിൽ അത് ആവശ്യമായ വിധത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ ചോർത്തിയെടുക്കുന്നൊന്നുമല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3000-ഓളം തപാൽ DMD സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ്. 3000-ഓളം തപാൽ DMD സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ വേണ്ടതുപോലെ ഇടപെടാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഭരണരംഗത്തെ അശാസ്ത്രീയമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ പോലും ചിരപരിചിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നേതൃത്വം നൽകുന്നതിൽ വലിയ പതനമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു ധാരണയുമില്ലാത്ത പ്രശ്നമാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, എക്യുപ്മെന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, ശീലങ്ങളില്ലാത്തത് കൊണ്ടല്ല, ക്യാമ്പ് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്താൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ല ഇത്. അതിന് നേതൃത്വപരമായി കോർഡിനേറ്റ് ചെയ്യാൻ ജനപ്രതിനിധികളുണ്ടാകണം. മനുഷ്യ മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനപ്രതിനിധികളുണ്ടാകണം. ജനകീയതയുടെ തെളിവെപ്പോഴും ലീഡർഷിപ്പാണ്. അനുഭവങ്ങളിലൂടെ അതിന് നേതൃത്വം നൽകുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാകും. തികഞ്ഞ വിനയത്തോടെ, തുറന്ന മനസ്സോടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയ സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ്. ഏതെങ്കിലും വിധത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകി ആ പ്രശ്നങ്ങളിൽ വഷളാക്കാൻ വേണ്ടി ആരും തയ്യാറാകരുത്. ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്.